എല്ലാവരും ഇപ്പോൾ നവദമ്പതികൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഇല്ലെങ്കിൽ നിക്ഷേപങ്ങൾ എങ്ങനെ അവർ നടത്തണം അല്ലെങ്കിൽ ഏതൊക്കെ നിക്ഷേപങ്ങളിലായിരിക്കണം അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഒട്ടും പിന്നോട്ടല്ല. കാരണം ഒരു വിവാഹം കഴിച്ച ദമ്പതികൾ അവർ എത്രയും നേരത്തെ നിക്ഷേപം ആരംഭിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം അത് അവരുടെ ഭാവിയെ, സാമ്പത്തിക ഭാവിയെ അത്ര കണ്ട് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ്. അത് ചെയ്യാതിരുന്ന ആളുകൾക്ക് ഇന്നിപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഫ്രഷ് ആയിട്ട് വിവാഹം കഴിച്ചു വന്ന ആളുകൾക്ക് നിക്ഷേപിക്കാവുന്ന ചില മാർഗങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. കൂടുതൽ സ്റ്റഡി ആവശ്യമായിട്ടുള്ള മാർഗങ്ങളാണ്. ആ സ്റ്റഡി നിങ്ങൾ തന്നെ ചെയ്യുകയായിരിക്കും ഉത്തമം. ഇവിടെ ഒരു റഫറൻസ് പോലെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം, വിവാഹം എന്നുള്ളത് രണ്ടുപേർ ഒരു ചടങ്ങിലൂടെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള എഗ്രിമെന്റ്. അതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് എന്നുള്ളതും നമുക്ക് അറിയാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാമ്പത്തികം വലിയൊരു ഘടകമാണ്. അതിൽ വളരെയേറെ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇന്നലെ വരെ നിങ്ങൾ ഈവൻ രണ്ടുപേർക്കും ജോലിയുള്ള വ്യക്തി ആയിരുന്നിരിക്കാം, എങ്കിൽ പോലും ഇന്നലെ വരെ നിങ്ങൾ സിംഗിൾ ആയിരുന്നു. ഒരാളെ കുറിച്ച് ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. മറ്റൊരാളെ കുറിച്ച് കൂടെ അന്വേഷിക്കേണ്ട ഘട്ടത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക തന്നെ വേണം. ഇപ്പോൾ അതായത് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്ന ഈ സമയത്ത് കൃത്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നാളെ ഒരു വീട് വെക്കണം എന്ന് കരുതുക, ഇല്ലെങ്കിൽ വീടുണ്ട്, നിങ്ങൾക്ക് പുതുപുത്തൻ ഫർണിച്ചറുകൾ വേണം, ഇമ്പോർട്ടഡ്, അങ്ങനെ കരുതുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർ ഉള്ള വ്യക്തിയായിരിക്കാം, പുതിയ ഒരു കാർ വേണം, കുറച്ചുകൂടെ കുറച്ചുകൂടെ മുന്തിയ ഒരു SUV വേണം. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ഉതകുന്ന ചില നിക്ഷേപങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ആദ്യത്തെ നിക്ഷേപം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഇൻഷുറൻസ് പോളിസി. കാരണം നമ്മളുടെ ജീവിതം ക്ഷണികമാണ്. ഏത് നിമിഷവും നമുക്കൊരു അപകടം വരാം, ദുരന്തം സംഭവിക്കാം. രണ്ടിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു ശാരീരിക പ്രശ്നം ഇല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അത്യാവശ്യമാണ്. പിന്നെ ഒരു ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയും എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ പോളിസികൾ കൊണ്ട് ഒഴിവായി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം സമൃദ്ധിക്ക് വേണ്ടി ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതും നന്നായിരിക്കും. രണ്ടാമത്തേതാണ് വീട്. പുതുമ ഉള്ള അല്ലെങ്കിൽ പുതുതായിട്ട് കല്യാണം കഴിച്ച ആളുകൾ ചേർന്ന്, നവദമ്പതികൾ ചേർന്ന് ഒരു വീട് വാങ്ങുക എന്നത് കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രീതി തന്നെയാണ്. അത് നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു നിക്ഷേപ മാർഗമായി തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കണക്കാക്കാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന രീതിയിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. കാരണം പണം ഉണ്ടായിരുന്ന സമയത്ത് ഒരു വീട് വാങ്ങിയിട്ടു, അല്പം കഴിഞ്ഞ് പണം ഉള്ളപ്പോഴാണെങ്കിൽ പോലും അല്പം കഴിഞ്ഞ് മുന്തിയ വിലയ്ക്ക് അത് വിൽക്കാം, വേറെ വീട് വാങ്ങാം, വിൽക്കാം. നമ്മുടെ ഈ കാലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൗകര്യങ്ങൾ ഉള്ളതും നല്ല ഗതാഗത മാർഗങ്ങളൊക്കെ ഉള്ളതും അങ്ങനെ പിന്നെ ഫെസിലിറ്റീസ് ഒക്കെ അടുത്തും ഉള്ളതുമായ ഈ പ്രോപ്പർട്ടികൾക്ക് നല്ല വിലയുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് സ്കൂള് അടുത്തുണ്ട്, ഇനി റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്, ബസ് സ്റ്റേഷൻ അടുത്തുണ്ട്, പെട്രോൾ പമ്പ് അടുത്ത് അല്ല, അല്പം അകലെയാണെങ്കിൽ പോലും 1-2 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്, ഹോസ്പിറ്റലുകൾ ഉണ്ട്, ബാങ്കുകൾ ഉണ്ട്, ബാങ്കിന്റെ ATMs ഉണ്ട്, അത്യാവശ്യം വലിയ കടകളും ചെറിയ കടകളും ഉണ്ട്. ഇതൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ വീട് അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല വില തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ വിലയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് പണപ്പെരുപ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടിയൊക്കെ വലിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപകരിക്കപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പുതുതായിട്ട് കല്യാണം കഴിച്ച ആളുകൾ അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ദീർഘകാല നിക്ഷേപം
എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഓപ്ഷനാണ് പറയുന്നത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അതായത് PPF. സർക്കാരിന്റെ പിന്തുണയുള്ള നിക്ഷേപ പദ്ധതിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതിയായിട്ട് മാത്രമല്ല, ഈ ഒരു തുക നിങ്ങൾ നിക്ഷേപിക്കുന്നത് ഉയർന്ന ലാഭത്തിനുള്ള വഴിവെക്കുകയും ചെയ്യും. ഏതൊരു ഇന്ത്യൻ പൗരനും, ശമ്പളക്കാരനായിരിക്കാം ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഈ അക്കൗണ്ട് തുറക്കാൻ കഴിയും. PPF. അടുത്താണ് NPS, നാഷണൽ പെൻഷൻ സിസ്റ്റം. NPS കേട്ട് കാണും നിങ്ങൾ. റിട്ടയർമെന്റ് സേവിംഗ് സ്കീമാണ് ഇതിൽ ഉള്ളത്. നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്ന കാലത്ത് കൃത്യമായിട്ട് നിക്ഷേപം നടത്തിയാൽ നിങ്ങളുടെ പെൻഷൻ കാലത്ത് ഒരു വരുമാന മാർഗം ആകും ഇത്. അങ്ങനെ തന്നെ നമ്മൾ സാമ്പത്തിക അടിത്തറയോടുകൂടി തന്നെ വേണം ജീവിക്കാനായിട്ട്. റിട്ടയർമെന്റിനായി സേവ് ചെയ്യുന്ന ശീലം നമ്മളുടെ രാജ്യത്ത് വളർത്തിയെടുക്കുന്നതിനാണ് സർക്കാർ ഇത്തരമൊരു പദ്ധതി അവതരിപ്പിച്ചത് എന്ന് NPSന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. നിങ്ങൾ കയറി കണ്ടു നോക്കുക. പിന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു മാർഗം കൂടിയാണ് പറയുന്നത്. സുരക്ഷിതം എന്ന് പറയുമ്പോൾ സ്വർണം. വിവാഹിതരായവർക്ക് നിലവിൽ നടത്താവുന്ന ഏറ്റവും മികച്ച നിക്ഷേപങ്ങളിലൊന്നാണ് സ്വർണത്തിലേക്കുള്ള നിക്ഷേപം. വിവാഹത്തിന് ലഭിച്ച സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ നിക്ഷേപമായി സ്വീകരിക്കാനാകും. വിപണിയിൽ സ്വർണ്ണ വിലയിൽ ഇടിവ് സംഭവിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത് സാധാരണയായി അധികകാലം നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. അതേസമയം തന്നെ സ്വർണ്ണ നിക്ഷേപം നടത്താൻ തീരുമാനമെടുത്താൽ അത് ബുദ്ധിപൂർവം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫിസിക്കൽ ഗോൾഡിൽ നിക്ഷേപം നടത്താൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ, അതായത് സ്വർണ്ണമാലയും വളയും ഒക്കെ വാങ്ങി വീട്ടുകാർക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്വർണ്ണ ബോണ്ടുകളായിട്ട് നിക്ഷേപം നടത്താൻ പറ്റും. നവദമ്പതികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നടത്തുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാകണം, ഇന്നത്തെ ചെലവ് ഇത്രയാണ്, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്, അതിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം ഒരു ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. വളരെ അച്ചടക്ക ബോധത്തോടെയുള്ള ഒരു ഫിനാൻസ് സിസ്റ്റം തന്നെ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.